രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളം സെമിയിൽ ക്വാർട്ടറിൽ ഗുജറാത്തിനെ വീഴ്ത്തിയാണ് കേരളത്തിന്റെ ചരിത്ര നേട്ടം. 195 റൺസ് വിജയലക്ഷ്യവുമായി മൂന്നാം ദിനം രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്തിനെ പേസർമാരുടെ മികവിൽ കേരളം 81 റൺസിന് എറിഞ്ഞിട്ടു. 113 റൺസിനായിരുന്നു കേരളത്തിന്റെ ജയം. 5 വിക്കറ്റ് വീഴ്ത്തിയ ബേസിൽ തമ്പിയും 3 വിക്കറ്റ് എടുത്ത സന്ദീപ് വാര്യരും ചേർന്നാണ് ഗുജറാത്തിനെ തകർത്തെറിഞ്ഞത്. ബേസിൽ തമ്പിയാണ് മാൻ ഓഫ് ദ മാച്ച്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, കൂട്ടായ്മയുടെയും പേസിന്റെയും വിജയം. തീർച്ചയായും നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നത് കേരളം ഇവിടെ ചരിത്രം രചിച്ചിരിക്കുന്നു. രഞ്ജി ട്രോഫിയിൽ കേരളം ചരിത്രത്തിൽ ആദ്യമായി ഒരു സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇതിൽ തന്നെ നമ്മൾ കേരള ടീമിന്റെ ഒരു ഒത്തിണക്കമാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും തന്നെ കാണാൻ സാധിക്കാതിരുന്ന ഒരു ഒത്തിണക്കമാണ് ഇത്തവണ കേരള ടീമിൽ കണ്ടത്. അതുപോലെ തന്നെ ജയിക്കാനുള്ള ഒരു എല്ലാ കളിക്കാരുടെ ഭാഗത്തുനിന്നും ജയിക്കണമെന്നുള്ള ഒരു വാശി അതും ഈ ഒരു മത്സരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വാശിയെ കുറിച്ച് എടുത്തു പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം സഞ്ജു സാംസന്റെ മത്സരമാണ്. ആദ്യ ഇന്നിംഗ്സിൽ പരിക്കുപറ്റി പുറത്തുപോയ സഞ്ജു സാംസൺ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ അവസാന ബാറ്റ്സ്മാനായി ഇറങ്ങുകയും ഒരു കൈകൊണ്ട് ബാറ്റ് ചെയ്യുന്നതും ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഈ ഒരു നീക്കം പോലും കേരള ടീമിന് വളരെയധികം ഒരു ആവേശം പകർന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഗുജറാത്തുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണേണ്ടത് ഇപ്പോഴത്തെ കേരള ടീമിലെ പേസ് നിരയുടെ ആ ഒരു ബൗളിംഗ് നിരയുടെ പ്രകടനമാണ്. ഈ ബൗളിംഗ് നിരയാണ് കേരളത്തിലെ ഇപ്പോൾ ഈ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് പറയാനും കഴിയും. അതിൽ തന്നെ ബേസിൽ തമ്പിയുടെ പ്രകടനം. ബേസിൽ തമ്പി ഒന്നാം ഇന്നിംഗ്സിൽ ബേസിൽ തമ്പി 4 വിക്കറ്റുകൾ നേടി. ഈ ഒരു 3 വിക്കറ്റുകൾ നേടി. ഈ ബേസിൽ തമ്പിയുടെ ഒന്നാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നേട്ടത്തിന് പുറമെ 37 റൺസും ബേസിൽ തമ്പി നേടിയിരുന്നു. അങ്ങനെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ബേസിൽ തമ്പി നടത്തിയ ഒരു പ്രകടനമാണ് ഇപ്പോൾ ഈ ഒരു ഗുജറാത്തുമായിട്ടുള്ള മത്സരത്തിൽ ബേസിൽ തമ്പിയെ മാൻ ഓഫ് ദ മാച്ചിലേക്ക് കൊണ്ടെത്തിച്ചത്. അതോടൊപ്പം തന്നെ ബേസിൽ തമ്പിയുടെ ഈ ഒരു മത്സരത്തിലെ പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ബേസിൽ തമ്പിക്ക് ഈ ഒരു പിച്ചിൽ ലഭിക്കുന്ന സ്പീഡിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറെ നാളായി ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻസി ഉള്ള ഒരു താരമാണ് ബേസിൽ തമ്പി. ഈ ഇന്ത്യൻ എ ടീമിലേക്ക് ഇതുവരെ സെലക്ഷൻ കിട്ടിയിട്ടില്ല. എന്നാൽ പല IPL മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള ബേസിൽ തമ്പി കഴിഞ്ഞ കുറച്ച് നാളുകളിൽ വളരെ സ്ഥിരതയാർന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. അതിൽ തന്നെ ബേസിൽ തമ്പിക്ക് 140 അതിന് മുകളിലേക്കുമുള്ള ഒരു സ്പീഡിൽ പന്തെറിയാനും ഉള്ള ഒരു സ്ഥിരത ബേസിൽ തമ്പിക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു സ്ഥിരത, ആ ഒരു 140 മുകളിലേക്ക് പന്തെറിയാനുള്ള ആ ഒരു സ്ഥിരതയാണ് ഇവിടെയും ബേസിൽ തമ്പിക്ക് വിക്കറ്റുകൾ നേടുന്നതിൽ നിർണായകമായത്. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരുടെ പ്രകടനം പറയുകയാണെങ്കിൽ സന്ദീപ് വാര്യരും ഏറ്റവും മികച്ച ഒരു പേസ് ബോളറാണ്. ഈ ഒരു കൃഷ്ണഗിരിയിലെ സ്റ്റേഡിയത്തിൽ സന്ദീപ് വാര്യർക്ക് മികച്ച സിങ്ങുകൾ ലഭ്യമായിരുന്നു. ഈ സിങ്ങുകൾ സന്ദീപ് വാര്യറിന് അനായാസം ബോൾ സിങ് ചെയ്യാൻ സാധിച്ചതിലൂടെയാണ് ഇവിടെ സന്ദീപ് വാര്യർക്ക് 8 വിക്കറ്റുകൾ ഗുജറാത്തിനെതിരെ 2 ഇന്നിംഗ്സിലുമായി 8 വിക്കറ്റുകൾ നേടാൻ സാധിച്ചത്. അങ്ങനെ ബേസിൽ തമ്പിയും സന്ദീപ് വാര്യരും 2 ഇന്നിംഗ്സുകളിലായി മൊത്തത്തിൽ രണ്ടുപേരുടെ 16 വിക്കറ്റുകൾ സ്വന്തമാക്കി. അങ്ങനെ ഒരു പേസ് നിരയുടെ മികവിൽ കേരളം ഇപ്പോൾ സെമി ചരിത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ രഞ്ജിക്ക് ഒരുങ്ങുമ്പോൾ തന്നെ കേരള ടീമിനെ കൂട്ടിച്ചേർത്ത ഇങ്ങനെ വളരെ മികച്ച ഒരു ടീമിനെ ഒത്തിണക്കിയ കേരളത്തിന്റെ കോച്ചിനെ കുറിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കോച്ച് വാട്ട്മോർ ഇത്തവണ പല താരങ്ങളെയും തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനം വിനൂപ് മനോഹരനാണ്. വിനൂപ് മനോഹരൻ സിജുമോനെ സ്പിൻ ബോളറായിട്ടുള്ള സിജുമോനെ ബാറ്റിങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അതും കേരളത്തിന് ഏറെ ഗുണം ചെയ്യുകയുണ്ടായി. അതായത് രണ്ടാം ഇന്നിംഗ്സിൽ കേരളത്തിന്റെ ബാറ്റിംഗ് നിര തകർന്ന സാഹചര്യത്തിൽ സിജുമോൻ 56 റൺസുകൾ നേടുന്ന ആ ഒരു കാഴ്ച കണ്ടിരുന്നു. അങ്ങനെ ടീമിന് ഏറെ നിർണായകമായിട്ടുള്ള 56 റൺസ് നേടാൻ സിജുമോന് സാധിച്ചു. അങ്ങനെ ടീമിന്റെ കോച്ചായിട്ടുള്ള വാട്ട്മോർ കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ, നിർണായകമായിട്ടുള്ള മാറ്റങ്ങളാണ്
ടീമിന് ഏറ്റവും കൂടുതൽ നിർണായകമായത്. അതിൽ നമ്മൾ സിജുമോനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു പേരാണ് MT നിതീഷിൻ്റെയും ജലജ് സക്സേനയുടെയും. ജലജ് സക്സേനയെ ഇപ്പോഴാണ് കേരളത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നത്. അത് മലയാളി താരമല്ലാത്ത സക്സേനയെ കേരളത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. ഈ സക്സേന ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ പോലും പല മത്സരങ്ങളിലും വളരെ നിർണായകമായിട്ടുള്ള ചില പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കേരളത്തിന് വളരെ നിർണായകമായിട്ടുള്ള മത്സരങ്ങൾ കാഴ്ചവെച്ച സക്സേന ഈ ഗുജറാത്തിനെതിരെ മികച്ച ഒരു പ്രകടനം പുറത്തെടുത്തു. അത് രണ്ടാം ഇന്നിങ്സിലാണ്. രണ്ടാം ഇന്നിങ്സിൽ സക്സേന 44 റൺസ് നേടുകയുണ്ടായി. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ടീമിന്റെ വിജയമാണ്. ആദ്യ ഘട്ടത്തിൽ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്ന ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ വാക്കുകളിലേക്ക്. കേരളത്തിലെ ഒരു സെമിഫൈനൽ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വളരെ സന്തോഷം. നമ്മുടെ കേരള ടീമിന് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിയതിൽ. നമ്മൾ ലാസ്റ്റ് ഇയറും നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കിട്ടിയെങ്കിൽ പോലും നമുക്ക് അത് ക്വാർട്ടർ ഫൈനലിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഈ ജേർണി നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും എൻ്റെ ഒരു സ്വപ്നം നടക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, എന്നാലും ഒന്നുകൂടി ചോദിക്കുകയാണ്. നേരത്തെ നമ്മൾ എന്താ പറയുക, ആ ഒരു ത്രോ അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയും. സച്ചിൻ്റെ ആ ത്രോ, അതായത് അവിടെ ഏറ്റവും വലിയ പ്രതീക്ഷ റൺസൊന്നും എടുക്കാതെ പാർട്ടിയോട്ടിൽ പുറത്താവുന്നു. എങ്ങനെയായിരുന്നു അതിനെ കണ്ടത്? എനിക്ക് വളരെ സന്തോഷം. കാരണം അതൊരു എനിക്കൊരു മിറാക്കിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആ പൊസിഷനിൽ ഞാൻ നിൽക്കാനും ആ സമയത്ത് ബോൾ വരാനും സ്റ്റമ്പിക്കൊള്ളാനും അതെല്ലാം ഒരു നിമിത്തം പോലെ ഞാൻ കാണുന്നു. വളരെ സന്തോഷം. അതുപോലെ ബേസിലിന്റെയും സന്ദീപിന്റെയും ഒക്കെ ഒരു പെർഫോമൻസ്, ഒരു ഫാസ്റ്റ് ബോളിംഗിന്റെ പെർഫോമൻസ് എന്താണ് അതിനെക്കുറിച്ച്? നമ്മുടെ 2 ഫാസ്റ്റ് ബോളേഴ്സ് ഐ എം വെരി പ്രൗഡ്. നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സ് രണ്ടുപേരും നമുക്ക് ടീമിന് ആവശ്യമുള്ള സമയത്ത് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. ബേസിലാണെങ്കിലും ബേസിൽ ഡെബ്യൂ ചെയ്ത് ഈ ഗ്രൗണ്ടിലാണ്. ബേസിലിന്റെ ഫസ്റ്റ് മാച്ച് തന്നെ 4 വിക്കറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു 4 years വെയിറ്റ് ചെയ്യേണ്ടി വന്നു സെയിം ഗ്രൗണ്ടിൽ വന്ന് ഫസ്റ്റ് 5 വിക്കറ്റ് ഫോൾ എടുക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് വയനാട്ടിൽ വല്ലപ്പോഴും മാത്രം വെച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തെ കാണികളുടെ ഒരു സപ്പോർട്ട് കേരള ടീമിൽ എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായും ഞാൻ ഫസ്റ്റ് അവിടെ 200 അടിച്ചപ്പോഴും എൻ്റെ സപ്പോർട്ട് ഭയങ്കര ഇതായിരുന്നു. നമുക്ക് എവിടെ ചെന്നാലും, വേറെ നമ്മൾ എറണാകുളത്ത് നിന്നാലോ ട്രിവാൻഡ്രത്ത് നിന്നാലോ ഈ ഒരു സപ്പോർട്ട് നമുക്ക് ഇത്രയും ഡൊമസ്റ്റിക് മാച്ചിന് കിട്ടില്ല. ഇനി അടുത്ത ഒരു മത്സരത്തിൽ നിങ്ങളൊരു സെമിഫൈനലിലേക്ക് ഇതിന്റെ ഒരു അനൂപ് KR കൂടി ഇപ്പോൾ വയനാട് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അനൂപ്, സച്ചിൻ ബേബിയുടെ വാക്കുകൾ നോക്കുമ്പോൾ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഒന്നും ലഭിക്കാത്ത ഒരു പ്രതികരണം കൂടി രഞ്ജിക്ക് ചുവടുവെക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത്ര മികച്ച ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കൂടി സ്വന്തം മണ്ണിൽ മധുരം ഇരട്ടിയാക്കുന്നുണ്ടോ കേരള ടീമിന്? തീർച്ചയായും വയനാട് കൃഷ്ണഗിരിയിലെ പേസിനെ തുളയ്ക്കുന്ന പിച്ചിൽ വലിയ പ്രതികരണം തന്നെ പിച്ചിൽ നിന്നും അതോടൊപ്പം തന്നെ ഗാലറിയിൽ നിന്നും കേരള ടീമിന് ലഭിച്ചു. തുടർച്ചയായി 2 വട്ടം ക്വാർട്ടറെത്തിയ കേരളത്തിന്റെ ആദ്യ സെമി ഫൈനൽ പ്രവേശനത്തിനും ചരിത്രത്തിൽ ആദ്യമായുള്ള രഞ്ജി ട്രോഫി പ്രവേശനത്തിനും കേരളത്തിന് വയനാട് കൃഷ്ണഗിരിയിലെ ഗ്രൗണ്ട് ഭാഗ്യ ഗ്രൗണ്ടായി തന്നെ മാറിയെന്ന് വേണം പറയാൻ. ക്രിക്കറ്റിൽ രാജ്യത്തെ മുൻനിര ടീമുകളിൽ ഒന്നാവാനും ഈ നേട്ടത്തോടെ കേരളത്തിന് കഴിഞ്ഞു. ക്വാർട്ടറിലെത്താൻ വിജയം നേരത്തെ അനിവാര്യമായിരുന്ന മറ്റൊരു മത്സരത്തിൽ ഹിമാചലിനെതിരെ അവിശ്വസനീയ ജയം നേടിയ അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനലിലും കേരളം മികച്ച പ്രകടനം പുറത്തെടുത്തു. ഇതിന് വയനാട് കൃഷ്ണഗിരിയിലെ സ്റ്റേഡിയവും സാക്ഷിയായി. നേരത്തെ നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വലിയ പിന്തുടർന്നെത്താൻ വലിയ പ്രയാസമൊന്നുമില്ലാത്തൊരു സ്കോറായിരുന്നു 195 എന്ന കേരളത്തിന്റെ 2ാം ഇന്നിംഗ്സ് സ്കോർ. എന്നാൽ ഈ സ്കോർ പിന്തുടർന്ന ഗുജറാത്തിനെ കേരളത്തിന്റെ പേസർമാർ തൂത്തെറിയുന്ന ഒരു കാഴ്ചയാണ് വയനാട് കൃഷ്ണഗിരിയിലെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഇന്ന് രാവിലെ സ്കോർ ബോർഡിൽ 9 റൺസ് എത്തിയപ്പോൾ തന്നെ ഓപ്പണർ കദണ്ടി പട്ടേലിനെ ബൗൾഡാക്കി ബേസിൽ തമ്പിയാണ് ഗുജറാത്തിന് ആദ്യ പ്രഹരം ഏൽപ്പിച്ചത്. ഇതുപോലെ തന്നെ പഞ്ചലിനെയും ബേസിൽ തന്നെ വിക്കറ്റ് മുന്നിൽ കുരുക്കിയതോടെ ഗുജറാത്ത് ഇന്ന് രാവിലെ തന്നെ അതിന്റെ ആദ്യ ഓവറുകൾ തന്നെ വലിയ സമ്മർദ്ദത്തിലായി. ക്യാപ്റ്റൻ പാർത്ഥിവ് പട്ടേലും ഇതിന് 0 റണ്ണോടുകൂടി പുറത്തായി. ഇത് കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ മനോഹരമായ ഒരു റണ്ണൌട്ടായിരുന്നു ഈ പാർത്ഥിവ് പട്ടേലിന്റെ പുറത്താവലിന് കാരണം. ഈ റണ്ണൌട്ടോടുകൂടി 18-4 എന്ന സ്കോറിലേക്ക് ഗുജറാത്ത് കൂപ്പുകയും പിന്നീട് വലിയ സമ്മർദ്ദത്തെ അതിജീവിച്ച് അധികമൊന്നും മുന്നോട്ട് പോകാൻ ഗുജറാത്തിന് ആവാത്തൊരു സാഹചര്യവും ഉണ്ടായി. 5ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഈ രാഹുൽ ഈഷായും അതോടൊപ്പം തന്നെ ധ്രുവ് റാലും ചേർന്ന് നടത്തിയ ഒരു ചെറുത്തുനിൽപ്പ് ഇതൊക്കെ ഗുജറാത്തിന് നേരിയൊരു പ്രതീക്ഷ നൽകിയെങ്കിലും ഇതും ബേസിൽ തമ്പി തന്നെ തകർത്തു. ഇതിനുശേഷം വന്ന ബൗളർമാർ, അതായത് കലാരിയ, അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ, പീയൂഷ് ചൗള തുടങ്ങിയവരൊന്നും 2 അക്കം കാണാതെ പുറത്തു പോവുകയും ചെയ്തു. ഏതായാലും തുടർച്ചയായി 2 വട്ടം ക്വാർട്ടറിലെത്തിയ കേരളത്തിന്റെ ആദ്യ സെമിഫൈനൽ പ്രവേശനമാണിത്. ക്രിക്കറ്റിൽ രാജ്യത്തെ മുൻനിര ടീമുകളിൽ നിന്നാവാനും ഈ ഒരു വലിയ നേട്ടത്തോടെ കേരളത്തിന് സാധിച്ചു. ഇത്തരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ 185 റണ്ണായിരുന്നു കേരളത്തിന്റെ സമ്പാദ്യം. 162 ഗുജറാത്ത്
ആദ്യ ഇന്നിംഗ്സിൽ പുറത്തായി. രണ്ടാം ഇന്നിംഗ്സിൽ കേരളത്തിന്റെ 195 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നെത്താൻ ഗുജറാത്തിന് സാധിച്ചില്ല. ഏതാണ്ട് 113 റൺസിന്റെ വിജയത്തോടെ കേരളം രഞ്ജി ട്രോഫിയുടെ ചരിത്ര സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശരി, അനൂപ് കെ ആർ ആണ് വയനാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിഷ്ണു കൂടി തുടരുന്നുണ്ട്. വിഷ്ണു, തീർച്ചയായും സെമി ഫൈനലും ഇപ്പോൾ അനൂപ് നൽകിയതുപോലെ മികച്ച പ്രതികരണം സ്വന്തം നാട്ടിൽ വയനാട്ടിൽ പ്രത്യേകിച്ച് ഒരു ഗ്രാമത്തിൻ്റെ കൂടി പശ്ചാത്തലം ഉണ്ട്. വളരെ മികച്ച പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. സെമി ഫൈനൽ വിദർഭയുമായാണ്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ചില വെല്ലുവിളികൾ വിദർഭയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മുന്നിലുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പേസ് നിര സുസജ്ജമാണ്. ഏത് ആക്രമണത്തെയും അതിജീവിക്കാൻ കഴിയുന്ന നിലയിലേക്ക്, ബോൾ എറിയാൻ കഴിയുന്ന നിലയിലേക്ക് ആത്മവിശ്വാസം കൂടി ഈ ഘട്ടത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു. സെമിയുടെ സാധ്യതകൾ നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിച്ചാൽ എന്തൊക്കെ പറയാൻ കഴിയും വിഷ്ണു? ആനന്ദ്, ഈ കേരളം ഇപ്പോൾ സെമിയിലേക്ക് പ്രവേശിച്ച് ഗുജറാത്തിനെ തോൽപ്പിച്ച് സെമിയിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ എതിരാളികളായി വരിക ഇപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള വിദർഭ തന്നെയാകും കേരളത്തിന്റെ എതിരാളികൾ. ഈ മത്സരവും വയനാട്ടിലെ കൃഷ്ണഗിരി ഇപ്പോൾ കേരളം ചരിത്രം സൃഷ്ടിച്ച് സെമിയിലേക്ക് പ്രവേശിച്ച ഈ ഒരു സ്റ്റേഡിയത്തിൽ തന്നെയായിരിക്കും ഈ സെമി ഫൈനൽ മത്സരവും നടക്കുക. എന്നാൽ ഈ സെമി ഫൈനൽ മത്സരം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിനെ തോൽപ്പിച്ച പോലെ അത്ര എളുപ്പമുള്ളതായിരിക്കില്ല. കാരണം വിദർഭ എന്ന ടീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പേര് വസീം ജാഫറിന്റെയാണ്. വസീം ജാഫർ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച ഒരു ടെസ്റ്റ് പ്ലെയറായി അറിയപ്പെടുന്ന താരമാണ് വസീം ജാഫർ. ഇപ്പോഴത്തെ പൂജാരയുടെയും രാഹുൽ ദ്രാവിഡിന്റെയും പോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും നല്ല ഒരു ടെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള വസീം ജാഫറിനെ കേരളം എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും വിദർഭയ്ക്കെതിരെയുള്ള കേരളത്തിന്റെ ജയസാധ്യതകൾ. വസീം ജാഫറിനൊപ്പം തന്നെ രാമസ്വാമി കൂടി ഈ വിദർഭയ്ക്ക് വേണ്ടി ചേരുമ്പോൾ അതൊരു മികച്ച ഒരു ബാറ്റിംഗ് കൂട്ടുകെട്ടാണ്. ഈ ഒരു കൂട്ടുകെട്ടിനെ കേരളം എങ്ങനെ തകർക്കുന്നു, കേരളത്തിന്റെ ബൗളിംഗ് നിര ഇവരെ എങ്ങനെ നേരിടുന്നു എന്നതനുസരിച്ചായിരിക്കും കേരളത്തിന്റെ ഇനി മുന്നോട്ടുള്ള പോക്ക്. അതോടൊപ്പം തന്നെ വിദർഭയുടെ ബൗളിംഗ് നിരയിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയപ്പെടുന്ന ഒരു പേര് ഉമേഷ് യാദവിന്റെയാണ്. ഉമേഷ് യാദവ് ഇന്ത്യയുടെ ഇന്ത്യൻ ടീമിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ഉമേഷ് യാദവ്. ഈ ഉമേഷ് യാദവിനെ കേരള ടീമിന് ഏൽപ്പിക്കാൻ കഴിയുന്ന പ്രഹരവും വളരെ വലുതായിരിക്കും. അങ്ങനെ ഇത്തരത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു ടീമാണ് വിദർഭ. ഈ വിദർഭയെ നേരിടുമ്പോൾ ഗുജറാത്തിനോട് സ്വീകരിച്ച ഒരു തന്ത്രം, ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല കേരളം അവിടെ സ്വീകരിക്കേണ്ടി വരിക. അവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വസീം ജാഫർ, രാമസ്വാമി ഇവരെ എങ്ങനെ മെരുക്കാമെന്നുള്ള ഒരു തന്ത്രം കൃത്യമായി തന്നെ കേരളത്തിന് മെനഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു തന്ത്രം എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നതിലായിരിക്കും കേരളം സെമി ഫൈനൽ ജയിക്കാനുള്ള സാധ്യതകൾ അത്രയും ഇരിക്കുന്നത്. അതേസമയം തന്നെ കേരളത്തിന് ആശ്വസിക്കാനും ആത്മവിശ്വാസം പകരുന്നതുമാണ് ഇപ്പോൾ കേരളത്തിന്റെ ബൗളിംഗ് നിരയുടെ ഒരു പ്രകടനം. ആ ബൗളിംഗ് നിരയിൽ ബേസിൽ തമ്പിയുടെയും സന്ദീപ് വാര്യറുടെയും പ്രകടനം കേരള ടീമിന് വളരെ വലിയൊരു ആത്മവിശ്വാസം തന്നെ നൽകുന്നുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഈ രണ്ട് കളിക്കാരുടെ പ്രകടനം മാത്രമാണ് ഇപ്പോൾ കേരളത്തിന് ഈ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതും. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് ഇവർ രണ്ടുപേരും ഈ ഒരു ഗുജറാത്തിനെതിരെ നേടിയത് 16 വിക്കറ്റുകളാണ്. രണ്ട് ഇന്നിംഗ്സിലും ബേസിൽ തമ്പി ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റും രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റും, അതുപോലെ തന്നെ സന്ദീപ് വാര്യർ ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റും രണ്ടാം ഇന്നിംഗ്സിലും 4 വിക്കറ്റ്. അങ്ങനെ രണ്ടുപേരും 8 വിക്കറ്റുകൾ വീതം നേടി ഗുജറാത്തിന്റെ നടുവൊടിക്കുകയും കേരളത്തെ ചരിത്രത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പ്രകടനം ഇവർ വിദർഭയ്ക്കെതിരെയും കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വിദർഭയ്ക്കെതിരെയും ഇവർക്ക് ഈ ഒരു പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ എന്തുതന്നെയായാലും സെമിയിലും ഈ കേരളത്തിന് ഏറെക്കുറെ പ്രതീക്ഷകൾ തന്നെ പങ്കുവയ്ക്കാൻ കഴിയുമാനത്. തീർച്ചയായും വിഷ്ണു, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്പിന്നിൽ നിന്ന് ബാറ്റിംഗ് നിരയിലേക്ക് കോച്ച് നിർണായകമായി പോസ്റ്റ് ചെയ്ത സിജുവിന്റെ പ്രതികരണം കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സിജുവിന്റെ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റേജിലാണ്. ടീം മാനേജ്മെന്റും കോച്ചസും എല്ലാം നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റ് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സെമി ഫൈനലിലേക്കാണ് കേരളം കടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി എങ്ങനെയാണ് പ്രതീക്ഷകളും കാര്യങ്ങളെല്ലാം? കഴിഞ്ഞ വർഷം നമ്മളെ ക്വാർട്ടർ ഫൈനൽ തോപ്പിച്ച ടീമാണ് വിദർഭ. അപ്പോൾ അവർക്കെതിരെ കളിക്കാൻ സാധിച്ച സന്തോഷമുണ്ട്. അവർ തന്നെ കിട്ടുന്ന സന്തോഷമുണ്ട്. അവർ തോൽപ്പിച്ച്
നല്ലൊരു പേരെയാണ് നമ്മുടെ വിഷയം. താങ്ക് യു സന്ദീപ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളം സെമിയിൽ കടന്നിരിക്കുന്നു. ക്വാർട്ടറിൽ ഗുജറാത്തിനെ വീഴ്ത്തിയാണ് കേരളത്തിന്റെ ചരിത്ര നേട്ടം. 195 റൺസ് വിജയലക്ഷ്യവുമായി മൂന്നാം ദിനം രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്തിനെ പേസർമാരുടെ മികവിൽ കേരളം എറിഞ്ഞിടുകയായിരുന്നു. 81 റൺസിന് 113 റൺസിനാണ് കേരളത്തിന്റെ ജയം. 5 വിക്കറ്റ് വീഴ്ത്തിയ ബേസിൽ തമ്പിയും 3 വിക്കറ്റ് എടുത്ത സന്ദീപ് വാര്യരും ചേർന്നാണ് ഗുജറാത്തിനെ തകർത്തെറിഞ്ഞത്. ബേസിൽ തമ്പിയാണ് മാൻ ഓഫ് ദ മാച്ച്. വിവരങ്ങളാണ് ഇപ്പോൾ വിഷ്ണു നൽകിയത്. ഞങ്ങളോട് പ്രതികരിച്ച എല്ലാ കായിക നിരീക്ഷകർക്കും നന്ദി. ഏതായാലും ചരിത്രത്തിലേക്ക് കേരളം കാലുവച്ചിരുന്നു. സെമി ഫൈനലും വയനാട്ടിലെ കൃഷ്ണഗിരിയിൽ തന്നെയാണെന്നത് പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ തന്നെയാണ്. ഒരിടവേള. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2 മേഖലാ ജാഥകൾ നടത്താൻ LDF യോഗം തീരുമാനിച്ചു. 4 പാർട്ടികളെ മുന്നണിയിലെടുത്ത ശേഷം നടക്കുന്ന ആദ്യ യോഗമാണ് ഇന്ന് ചേർന്നത്. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, LDF യോഗം പൂർത്തിയായിട്ടുണ്ടോ അതോ തുടരുകയാണോ? വിശദാംശങ്ങൾ. ആനന്ദ്, LDF യോഗം 12:00 പൂർത്തിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFന്റെ നേതൃത്വത്തിൽ 2 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കും. 14 ദിവസം നീളുന്ന ജാഥ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. മാർച്ച് 2-ന് ജാഥ തൃശ്ശൂരിലാണ് സമാപിക്കുക. 2 ജാഥയും സംഗമിക്കുക. തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊണ്ടത്. LDF വിപുലീകരിച്ച ശേഷം ചേരുന്ന ആദ്യ യോഗമായിരുന്നു ഇന്നത്തേത്. അടുത്ത യോഗം ഫെബ്രുവരി 2-നായിരിക്കും ചേരുക. മുന്നണിയിൽ എടുത്ത പാർട്ടികളുടെ പ്രതിനിധികളെ LDF ജില്ലാ മണ്ഡലം കമ്മിറ്റികളിൽ ഉൾപ്പെടുത്താനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായില്ല. ഒരുപക്ഷെ അടുത്ത ഫെബ്രുവരി 4-ന് ചേരുന്ന യോഗത്തിൽ, ഫെബ്രുവരി 11-ന് ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. 4 പാർട്ടികളെ മുന്നണിയിലേക്ക് എടുത്തതിനു ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് ഇത്. ലോക് താന്ത്രിക് ജനതാദൾ, കേരള കോൺഗ്രസ് ബി, അതോടൊപ്പം തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ്, INL എന്നീ 4 പാർട്ടികളെയാണ് നേരത്തെ കഴിഞ്ഞ LDF യോഗത്തിൽ മുന്നണിയിലേക്ക് എടുത്തത്. അതിനുശേഷം ചേരുന്ന ആദ്യത്തെ യോഗമാണ് ഇന്ന് ചേർന്നത്. വ്യക്തമാണ്. ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. 12:00 LDF യോഗം പൂർണ്ണമായിരിക്കുന്നു. 2 മേഖലാ ജാഥകൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താൻ കൂടി തീരുമാനം എടുത്തിരിക്കുന്നു. UDF യോഗം മാറ്റിവെച്ചു. 11 മണിക്ക് ചേരാനിരുന്ന യോഗം ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചേരുക. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി ചർച്ചയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പ്രധാന ചർച്ചയാകും. ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. ലെസ്ലി, 2 മണിക്ക് തന്നെ യോഗം ആരംഭിക്കുമോ? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ആനന്ദ്, രാവിലെ 11 മണിക്ക് ചേരാനുള്ള യോഗമാണ് 2 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. KPCC സെക്രട്ടറി അബ്ദുൾ ഗഫൂറിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇത്തരത്തിൽ സമയക്രമത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് UDF യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലായിരിക്കും യോഗം ചേരുക. മുന്നണി നേതാക്കന്മാരെല്ലാം തന്നെ ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയവും അനുബന്ധ ചർച്ചകളുമാണ് യോഗത്തിൽ പ്രധാന അജണ്ടയായി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ UDF നിന്നും വിട്ട JDUവിന്റെ ഒരു വിഭാഗം നിലവിൽ UDF-മായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടെ നിർത്തണമെന്നുള്ള ആവശ്യത്തിന്മേലുള്ള ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ NDA വിട്ടുവന്ന രാജൻ ബാബു ഉൾപ്പെടെയുള്ള JSSന്റെ മറ്റൊരു വിഭാഗത്തിന്റെയും UDF-നൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇതും ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയമാകും. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണവും ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചർച്ചയാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കാൻ പോകുക. ശരി, ലെസ്ലി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പാട് ഖനനം സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ അറിയിച്ചു. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും. ജനങ്ങളുടെയും തൊഴിലാളികളുടെയും സർക്കാരിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിച്ച് ഖനനം തുടരുമെന്ന് മന്ത്രി കൊച്ചിയിൽ അറിയിച്ചു. ചർച്ചയ്ക്കുള്ള ക്ഷണം പ്രത്യേക ദൂതൻ മുഖേന സമരക്കാർക്ക് കൈമാറിയതായും അദ്ദേഹം അറിയിച്ചു. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും കമ്പനി തലത്തിലും അവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ സമരം നടത്തുന്ന ജനങ്ങളുമായിട്ട് ഒരു ചർച്ച ആവശ്യമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ പങ്കാളികളായിട്ടുള്ളവരെ പ്രത്യേകമായി ക്ഷണിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആ കാര്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജനങ്ങളുടെ താല്പര്യങ്ങളും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളും തൊഴിലാളികളുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു നിലപാടായിരിക്കും ഗവൺമെൻറ് സ്വീകരിക്കുക. ഇന്നവരും ഖനനം തുടരാമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
പക്ഷേ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് ചില ആശങ്കയുണ്ട്. അവർക്ക് ഉള്ള ആശങ്കകൾ പരിഹരിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഒരിടവേള. KSRTCയിൽ തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നതായി ലേബർ കമ്മീഷണറുമായുള്ള ചർച്ചയിൽ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. CMD ടോബിൻ തച്ചങ്കരി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ നടപ്പാക്കുകയാണെന്നും തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പരാതിപ്പെട്ടു. ഷെഡ്യൂൾ ക്രമീകരണം, ഡ്യൂട്ടി പരിഷ്കരണം, സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഉന്നയിച്ചത്. പുതിയ സേവന വേതന വ്യവസ്ഥകൾ രൂപീകരിക്കുന്നതുവരെ നിലവിലുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ചർച്ചയ്ക്ക് ശേഷം സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി നേതാക്കൾ അറിയിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അഡീഷണൽ ലേബർ കമ്മീഷണർ നടത്തിയ ചർച്ചയിൽ KSRTC മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. KSRTC CMDയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തും. കെവിൻ കൊലക്കേസിൽ ഈ മാസം 24-ന് പ്രാഥമിക വാദം ആരംഭിക്കും. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 4-ആണ് കേസ് പരിഗണിക്കുക. കുറ്റപത്രത്തിനൊപ്പം നൽകിയ രേഖകളുടെ പകർപ്പ് എല്ലാ പ്രതികളും ആവശ്യപ്പെട്ടു. കേസിലെ 13 പ്രതികളിൽ 7 പേർ ജാമ്യത്തിലും 6 പേർ റിമാൻഡിലുമാണ്. മുഴുവൻ പ്രതികളും 24-ന് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രണയവിവാഹത്തിന്റെ പേരിൽ കോട്ടയം നട്ടാശ്ശേരി സ്വദേശി കെവിന്റെ ഭാര്യ സഹോദരന്റെ നേതൃത്വത്തിൽ കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കഴിഞ്ഞ മെയ് 27-നാണ് കേസിനാസ്പദമായ സംഭവം. ആ വാർത്തയിലേക്ക് എത്താം. കാർ നിർമ്മാതാക്കളായ ഫോക്സ് വാഗണിനോട് 100 കോടി രൂപ കെട്ടിവെക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്. വാഹന പുക മലിനീകരണം നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇന്ത്യൻ നിയമത്തിനനുസൃതമായി ഒരുക്കാത്തതുകൊണ്ടാണ് NGTCയുടെ നടപടി. നാളെ ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് മുൻപേ 100 കോടി കെട്ടിവെച്ചില്ലെങ്കിൽ ഫോക്സ് വാഗന്റെ ഇന്ത്യയിലെ MDയെ അറസ്റ്റ് ചെയ്യുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും NGT ഉത്തരവിൽ പറയുന്നു. രാജ്യത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട സ്വർണ്ണ ഫ്രോക്ക് വിസ്മയമാകുന്നു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ചെമ്മണ്ണൂർ ഇന്റർനാഷണലാണ് 10 കിലോ സ്വർണത്തിൽ തീർത്ത ഫ്രോക്ക് വിപണിയിൽ എത്തിച്ചത്. 3.5 കോടി രൂപയാണ് ഗോൾഡ് ഫ്രോക്കിന്റെ വില. കണ്ണഞ്ചിപ്പിക്കുന്ന മാതൃകയിലാണ് ഗോൾഡ് ഫ്രോക്കിന്റെ നിർമ്മാണം. 10 കിലോയിലധികം സ്വർണത്തിനു പുറമെ നാച്ചുറൽ സ്റ്റോണുകളായ റൂബി, എമറാൾഡ് തുടങ്ങിയവ കൊണ്ടുള്ള അലങ്കാരവും പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചുള്ള മിനാ വർക്കുകളും സ്വർണ്ണ വസ്ത്രത്തെയും കിരീടത്തെയും ആകർഷകമാക്കുന്നുണ്ട്. കോഴിക്കോട്ടായിരുന്നു ഗോൾഡ് ഫ്രോക്കിന്റെ നിർമ്മാണം. 5 പേർ ചേർന്ന് 5 മാസം നടത്തിയ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഗോൾഡ് ഫ്രോക്ക് യാഥാർത്ഥ്യമായതെന്ന് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. 5 മാസത്തിൽ കൂടുതൽ സമയമെടുത്തിട്ട് ചെയ്തതാണ്. വളരെ എക്സ്പേർട്ടായിട്ടുള്ള പണിക്കാർ വളരെ ഒരു ടീം വർക്കായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 3.5 കോടിയോളം രൂപ വില വരുന്ന ഫ്രോക്ക് ഈ മാസം 21 മുതൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ തൃശൂർ ഷോറൂമിൽ പ്രദർശിപ്പിക്കും. തുടർന്ന് ജ്വല്ലറിയുടെ മറ്റു ഷോറൂമുകളിലും പ്രദർശനത്തിനെത്തിക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അറബ് ഭക്ഷണ സംസ്കാരത്തിന്റെയും ഇന്ത്യൻ വിഭവങ്ങളുടെയും വൈവിധ്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയുടെ ചിത്രീകരണം ദുബായിൽ ആരംഭിച്ചു. ഫ്ലവേഴ്സ് ഓഫ് അറേബ്യ എന്ന പേരിൽ കൈരളി അറേബ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി നായരാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. തനത് അറബ് വിഭവങ്ങളുടെ വൈവിധ്യം തേടിയുള്ള യാത്രയാണ് ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ എന്ന പേരിൽ കൈരളി അറേബ്യയിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന പരിപാടി. ലക്ഷ്മി നായർ അവതാരകയായി എത്തുന്ന പരിപാടിയുടെ ചിത്രീകരണം ദുബായിൽ ആരംഭിച്ചു. ദുബായ് കിസൈസിലെ നെല്ലറ റെസ്റ്റോറന്റിൽ വെച്ചാണ് ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യയുടെ ചിത്രീകരണത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഒരു ഗ്രോയിങ് ട്രെൻഡാണ്. ഇപ്പോൾ അറബിക് ഫുഡിനോടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. കുറച്ച് കാലമായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അറബിക് ഫുഡ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുന്നുണ്ട് പല റെസ്റ്റോറൻറ്റ്സും. അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് ആ ഒരു ഫ്ലേവേഴ്സ് കുറച്ച് എടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പ്ലസ് നമ്മുടെ മലയാളികൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ള മലയാളീസാണല്ലോ. അപ്പോൾ അവർക്ക് അറബിക് ഫുഡിനോടൊപ്പം നാട്ടിലെ രുചികൾ, നാടൻ വിഭവങ്ങൾ ഇപ്പോഴും ഇവിടെയും കാത്തു സൂക്ഷിക്കുന്നു, ആ ഒരു രുചിഭേദങ്ങൾ. അപ്പോൾ ടോട്ടലി അറബിക് ഫുഡല്ല, എല്ലാം കൂടി ചേർന്നിട്ടൊരു ഫ്യൂഷൻ. ഇപ്പോൾ നാടൻ വിഭവങ്ങൾ, പിന്നെ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ്സ്, പിന്നെ വീടുകൾ, കുറച്ച് നമ്മുടെ മലയാളി ഫാമിലീസുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഒക്കെ. നല്ലറ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ നല്ലറ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറബി ഫുഡ് അവർ നാട്ടിൽ നിന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴും അവർക്ക് അതൊരു കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് അതിനെക്കാട്ടി ഒരു ടേസ്റ്റ് ആയിട്ട് ഇവിടുത്തെ അറബി ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ട്. ആരോഗ്യകരവും രുചികരവുമായ അറബ് ഭക്ഷണ സംസ്കാരത്തെ പരിചയപ്പെടുത്തുകയാണ് ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ എന്ന വ്യത്യസ്തമായ പരിപാടിയിൽ. UAE-യിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമാണ്
ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ ചിത്രീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദുബായ്.